എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു മീൻകറിയാണ്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ മീൻകറിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക കല്യാണ വീടുകളിലൊക്കെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കുന്ന ഒരു അത് കല്യാണത്തിന് എടുക്കുമ്പോഴത്തേനും നല്ല കിടുക്കാച്ചിയായിരിക്കണം. അതുകൊണ്ട് 2 ദിവസമൊക്കെ മുന്നേ ഒക്കെ അത് റെഡിയാക്കി നല്ല കൊഴുകൊഴാന്നിരിക്കുന്ന, പക്ഷെ അത് ഒട്ടും ചീത്തയാവത്തില്ല. അത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിലും അത് അഴുക്കായി പോകത്തില്ല. അപ്പൊ അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് കുറച്ച് ചെറിയ മീനാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ കല്യാണത്തിനൊക്കെ എടുക്കുന്ന വലിയ മീനൊക്കെ മറ്റേ ചൂര പോലത്തെ മീനൊക്കെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചൂരയല്ല, ഇത് അയല തന്നെയാണ്. പക്ഷെ അയലയുടെ വേറൊരു വെറൈറ്റിയാണ്. ഈ നടുവത്ത് ഒരു ചെറിയ മുള്ളുള്ളൊരു അപ്പൊ മറ്റേന്താ വേറൊരു വറ്റ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. പക്ഷെ വറ്റ അല്ല ഇത്. ഇവിടെ പറയുന്നതിന് വേറൊരു പേരാണ്. കോൽബാങ്കട എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ സാധനമാണ് നമ്മൾ എടുത്തേക്ക്. അപ്പോൾ അധികമൊന്നുമില്ല, ഒരു 150-200 ഗ്രാമേ ഉള്ളൂ സാധനം. നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഉള്ളൂ, മല്ലിപ്പൊടി ഇല്ല. സാധാരണ നമ്മളെല്ലാ മുളക് കറി വെക്കുമ്പോഴും നമ്മൾ അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം എടുത്താണ്. സവോളയും ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർക്കാണ്. ഇത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല ഇതിന്റെ. അതെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കറിയെ പെട്ടെന്ന് ചീത്തയാക്കുന്നതെന്നാണ് കണ്ടുപിടുത്തം. എന്തായാലും കൊള്ളാം. നമുക്കപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കാവേ. ചൂടുവെള്ളത്തിലാണ് നമ്മൾ പുളി ഇട്ടിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അതിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞപ്പൊടിയും ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ 2 ഗുണം. പിന്നെ കൊഴുപ്പ് കൂടും. രണ്ടാമത്തേന്ന് പറഞ്ഞാല് നമ്മള് ചുമക്കത്തില്ല. പച്ചമണം നമ്മളിതൊന്ന് എന്താ പറയുക ഒന്ന് വാട്ടിയെടുക്കണം. അതന്നെ. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റ് പൊടി ഇടുമ്പോണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ 3-4 പ്രശ്നങ്ങള് സോൾവ് ആകും ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ. അത് ഒരു കാര്യമാണ്. കുടംപുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. കുടംപുളിയാണ് അതിന്റെ നമ്മള് കുടംപുളിയിലാണ് ചെയ്യുന്നത്. നമ്മള് ചീനച്ചട്ടി ഇപ്പൊ 2 പാത്രം വേണം കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. എന്നാലേ അതിന്റെ ആ ഒരു എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മൺചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. കാര്യം നമ്മൾ മറ്റേ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ റെഡിമെയ്ഡ് ഒക്കെ വാങ്ങിക്കുന്നത്, അതിനെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് എഫക്ട് ചട്ടി എണ്ണ ഒഴിക്കാം. അപ്പോഴേ ഇപ്പൊ വെളിച്ചെണ്ണ നമ്മുടെ ഉലുവ പൊടിയായിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചാലിച്ചില്ലേ, ആ സമയത്ത് ആ സമയത്തെ നമുക്ക് ഉലുവ പൊടിയും കൂടെ വേണമെങ്കിലും ഇടാം. അതന്നെ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ട് ഉലുവയൊക്കെ ഇട്ട് നമ്മുടെ ബാക്കി പരിപാടികളെ കൊണ്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ എണ്ണ ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ അകത്തോട്ട് നമ്മൾ ഇടുന്നത് വെച്ചാൽ നമ്മുടെ ഉലുവയാണ്. അപ്പൊ അത് ഒരു നുള്ളേ ഉള്ളു. നമ്മുടെ മീനിന്റെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ച് നമുക്ക് എന്തുമാത്രം സാധനം ഉണ്ട് ബീച്ച് കുറച്ച് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ കുക്കിംഗ് ആയാലും കുഴപ്പമില്ല, നമ്മുടെ ഏതാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ ചില സമയത്തൊക്കെ ഉള്ള എണ്ണ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട്, കാരണം നല്ല ചൂട് എണ്ണയായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഈ കൂട്ടി വെച്ചിരിക്കുന്ന മുളകും മഞ്ഞളും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അതിന്റെ ഒരു പച്ച മണം ഒന്ന് മാറണം. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഭയങ്കര ചൂടാണെങ്കിൽ വേണമെങ്കിൽ സ്റ്റവ് ഒന്ന് നിർത്തിയേക്കാം, എന്നിട്ട് വേണം ചെയ്യാവേ. അപ്പൊ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഇച്ചിരി എണ്ണ കൂടുതൽ വേണ്ടി വരും. കാരണം നമ്മളിത് വെച്ചേക്കാനും നമ്മുടെ കല്യാണ സദ്യക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതൊക്കെ അല്ലേ, ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഇച്ചിരി എണ്ണ മുന്നോട്ടേക്ക് പുളിവെള്ളം ഒഴിച്ച് പുളിവെള്ളം ഒഴിച്ചിടാം. അപ്പൊ ഇതൊന്ന് നിർത്താതെ ഇളക്കി കൊടുക്കണേ, പൊടി കരിഞ്ഞു പോകരുത്. എന്നാൽ നന്നായിട്ട് മൂത്തും വേണം. അന്നേരം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കൊഴുപ്പ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാറിന്റെ നമ്മളുണ്ടല്ലോ ഒത്തിരി എരിയുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നേക്കാളും നല്ലത് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കണേലും അത്യാവശ്യം കൊഴുപ്പും കിട്ടും, എല്ലാ കളറും കിട്ടും, എരിവും കിട്ടും. അപ്പൊ ഞാൻ ആ ഉണ്ടായിരുന്ന ഇച്ചിരി പുളിവെള്ളം കൂടെ ഒഴിച്ച് ആ പാത്രം കൂടെ അങ്ങ് കഴുകി ഒഴിച്ചു. അപ്പൊ നമ്മുടെ പച്ചവെള്ളം എല്ലാം മാറിയിട്ടുണ്ട്, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം മീനിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മുളകിന്റെ ഒക്കെ അളവ് നമുക്ക് കൂട്ടാൻ കഴിയും. ഇപ്പൊ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം എടുത്തിരിക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ അതിന് വലിയ മീനൊക്കെ ആണെങ്കിൽ കൂടുതൽ എടുക്കേണ്ടി വരും. പിന്നെ ഇതിന് നമുക്ക് പിന്നെ വേണ്ട ഇച്ചിരി കൂടുതൽ വേണ്ട സാധനം വെച്ചാൽ നമ്മുടെ കറിവേപ്പില ഇച്ചിരി കൂടുതൽ വേണം. അപ്പൊ നമുക്കിനി ഈ
മീന് നമുക്ക് റെഡിയാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിന് നമ്മുടെ ചട്ടിക്കകത്താണ് നമ്മുടെ സ്ഥിരം. അപ്പം ഏത് പാത്രത്തിലാണ്, അലുമിനിയം പാത്രവും സ്റ്റീൽ പാത്രവും ഒക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഉപയോഗിക്കുക. ആദ്യം നമ്മൾ ഒരു 5-6 കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള മീൻ മുഴുവനല്ല നമ്മളിടുന്നത്. ആദ്യം ഒരു 5-6 എണ്ണം ഇടുക. അതിൻ്റെ നമ്മൾ എന്തുമാത്രം എടുക്കുന്ന അതിനനുസരിച്ച് അത്ര എടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചാറ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോഴത്തേക്ക് ചാറ് തിളച്ച് നല്ല ഇതായി വരുന്ന കഴിയുമ്പോഴത്തേക്കില്ല നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ നേരെ അപ്പം ഇനി ഒരു സെറ്റ് കൂടെ കറിവേപ്പില ഇടാം. ലെയർ ചെയ്യുക. ഇതൊരു ലെയർ ചെയ്തൊക്കെ എടുക്കുന്നത്. എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ചാറോട് ഒഴിച്ചു കൊടുക്കേ. അത്യാവശ്യം നല്ല കൊഴുത്ത ചാറാണ് നമുക്ക്. അതെ, അന്ന് കൊഴുപ്പ് വേണം. കൊഴുപ്പുണ്ടെങ്കിലേ നമുക്ക് ഈ കൊഴുപ്പ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മളുണ്ടല്ലോ നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുത്ത്. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടിയും കൂടെ നമുക്ക് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഈ വെള്ളം കൂടെ ഒഴിച്ച് ഇത് നമ്മൾ ചൂടുവെള്ളമാണ്. ഇതിനകത്ത് പച്ചവെള്ളം ഒഴിക്കാതിരിക്കും ഏറ്റവും നല്ലത്. ചൂടുവെള്ളം ഒഴിച്ചാൽ എൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ ഇങ്ങോട്ട് ഒഴിക്കാം. നമുക്ക് നല്ല ചൂടുണ്ട്. ഒഴിച്ചു. ഇനി നമ്മളിത് ഇളക്കരുത് കേട്ടോ. ഇപ്പൊ നമ്മള് പുളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ബാക്കി വന്ന പുളിയും ആ പുളി വെള്ളവും കൂടെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള പുളി ഇട്ടാൽ മതി. നമ്മളിവിടെ കുറച്ച് അതെ നമ്മളെടുത്തപ്പോൾ 2 പുളി നല്ല 100 പുളിയാണ്. അപ്പോൾ അതാണ്. ഇനി നമുക്ക് ബാക്കി വന്ന കറിവേപ്പിലയും കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഉപ്പ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ എത്ര കറി ആവശ്യമെന്ന് വെച്ചാൽ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ഇനി ഉണ്ടല്ലോ, ഇനി അടുത്ത മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ചുറ്റിക്കണം. എന്താ ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുക. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഒട്ടും ഇല്ല. അതന്നെ നമ്മൾ വളരെ കുറച്ച് മീനേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ അധികം കിട്ടത്തില്ല മീന്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് കുറച്ച് മഴയൊക്കെ ഉള്ളതാണ്. ഈ മീനൊന്നും പിന്നെ അതല്ല ഗണപതിയുടെ ഗണേശോത്സവം ഒക്കെ വരുന്നു. പിന്നെ അത് തന്നെയല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ വെളുത്തുവാവിൻ്റെ അന്ന് ഇവിടെ ഈ ഇവരുടെ പൂർണിമയായിരുന്നു. അതായത് ഈ കടലിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരുടെ ഒരു ഉത്സവമായിരുന്നു. ഈ പൂർണ്ണകുംഭം ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട്. ഡാൻസും ഒക്കെ കളിച്ച് നമുക്കിതൊക്കെ കണ്ട ഗണപതി ഒക്കെ വരുവാണ്. ഈ മാസം 20-ാം തീയതി ഗണപതി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഗണേശോത്സവം ഒക്കെ കാണാം. എല്ലാവരും വാ. അപ്പൊ നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മതി. അയലായതുകൊണ്ട് പെട്ടെന്ന് വേവുക. വെന്തെടുക്കാം. അപ്പൊ ഇതൊന്ന് അടച്ചു വെക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോഴേ നമുക്കിപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് തുറന്നു. അതെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിക്കണം. അപ്പം തുണി പിടിച്ച് വേണം, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ നല്ല അത്യാവശ്യം നല്ല കൊഴുത്ത കറിയും കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച്. അപ്പം നമ്മുടെ മീന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ തവിയെ ചിളക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് വേറെ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കടുക് വറുത്തി ചേർക്കാവുന്ന രീതിയിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, മീനിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി, ഇല്ലെങ്കിൽ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുന്ന സമയത്ത് അതും കൂടി ഇട്ട് വഴറ്റണം. കാര്യം അതിൻ്റെ ആ പച്ചപ്പ് നന്നായിട്ട് മാറണം. എന്നാലേ ഉണ്ടല്ലോ കറി നമുക്ക് കൂടുതൽ ദിവസം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ. വെള്ളമയം ഇല്ലാതാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുണ്ടല്ലോ നന്നായിട്ട് വഴറ്റി തന്നെ എടുക്കുന്നത്. ഇത് ഒരു ദിവസം വെച്ചിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇപ്പൊ കടുക് വറക്കുമ്പോഴും നമ്മൾ ഉള്ളി ഇടുന്നില്ല കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടല്ലേ ചിലപ്പോ അത് ചീത്തയായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഉള്ളി, മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചീത്തയായി പോകും. പിന്നെ നമുക്ക് വറ്റലമുളക് ഇടാം. വറ്റലമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ നമ്മളിപ്പോൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല എരി ഇപ്പൊ തന്നെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ മീനിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മള് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കല്യാണത്തിനൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ വലിയ ക്വാണ്ടിറ്റി ഒരുപാട് നമുക്ക് എന്താ പറയുക ഒത്തിരി ആൾക്കാർക്ക് വിളമ്പാനുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക്
എടുക്കുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. അത് കൂടുതൽ ചൂരയാണ് എടുക്കുന്നത്, കാര്യം മാംസത്തിന് നല്ല കട്ടിയൊക്കെ ഉള്ളതാകുമ്പോൾ. നമ്മുടെ സ്റ്റൗ ഇനി നിർത്തിയേക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് സാധനം. പിന്നെ നമുക്ക് ഇതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. ചില ഇടത്ത് ഇത് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നതും ഉണ്ട്. പിന്നെ അതിനേക്കാളും നല്ലതുണ്ടല്ലോ ഒന്ന് കടുക് വറുത്ത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ആ മണം തന്നെ ഉണ്ടോ, സൂപ്പർ മണോ, പ്രത്യേക മണോ ഇതിന്. ഇതിന്റെ അകത്ത് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് മേളി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. കച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് നേരം കൂടെ കൊണ്ടാക്കി വരും. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഒന്ന് എന്താ പറയുന്ന നമ്മുടെ ചൂര മീനൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, ചൂര അല്ല ഏത് മീനും അത്യാവശ്യം മാംസത്തിന് കട്ടിയുള്ള ഏത് മീൻ വെച്ച് നമുക്ക് ചെയ്തെടുക്കും. ഇപ്പൊ നമുക്ക് കുഞ്ഞു മീൻ എടുക്കുന്നത്. അപ്പൊ അതുപോലെ സാധാരണ കല്യാണത്തിന് ചെയ്യുന്ന ചൂര ആയതുകൊണ്ടാണ് ചൂര എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. മല്ലിപ്പൊടി ഇല്ല, ഉള്ളി ഇല്ല, ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ എരിവിന് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്ന. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു കുഞ്ഞു സാധനം കൂടെ ചേർക്കാനുണ്ട്. ഒരു നുള്ള് കായപ്പൊടി നമ്മൾ സാധാരണ മീൻകറിക്കകത്ത് അങ്ങനെ ചേർത്ത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചുറ്റണം. ചുറ്റി നമ്മൾ കായപ്പൊടി അത് ഈ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ഈ കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ. അതെ അതെ അതെ. ചുറ്റിക്ക് എനിക്കിവിടെ നിന്ന് ഒരു വശമില്ല ചുറ്റാൻ. ചുറ്റാൻ എക്സ്പെർട്ട് ആണ്. ചുറ്റിക്കാനും ചുറ്റാനും സത്യം പുറമേ പറഞ്ഞു. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെന്താ പറയാനുള്ള ഇത് കഴിച്ചു നോക്കിട്ട് പറയുന്നത്. സാധാരണ നമ്മള് കായപ്പൊടി ഇടുന്നല്ല. അപ്പം കായപ്പൊടി ഇട്ടൊക്കെ ഒന്ന് ഒരു മീൻകറി വെച്ച് നോക്കുക. അടിപൊളിയാണ്. കപ്പയുടെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിക്ക വീട് കല്യാണത്തിനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മറ്റേ ബിരിയാണിയൊക്കെ മാറി ഇപ്പൊ കപ്പ അങ്ങനത്തെ 5 സ്റ്റാർ ഫുഡിലോട്ടൊക്കെ മാറിയിരിക്കുക. അപ്പൊ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കുക. ചൂര കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും സംഭവം. പിന്നെ ഏത് മീൻ വെച്ചും അത്യാവശ്യം മാംസത്തിന് കട്ടിയുള്ള ഏത് മീൻ വെച്ചും നമുക്ക് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം, ചെയ്ത് വെച്ചിട്ട് ഉടനെ കഴിക്കരുത്. അതെ, ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കുക. ചൂടാക്കി രാവിലെ എടുത്തൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കറിവേപ്പിലയുടെ മേളിൽ ഇച്ചിരി കായപ്പൊടി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് താത്ത് കൊടുത്തേക്കാം. ചുറ്റിക്കണ്ട, അല്ല ചുറ്റിക്ക് ഇളക്കണ്ട, എന്നാലും അവരെ ഒന്ന് താത്തിട്ടേക്കാം. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചെയ്ത് നോക്കുമല്ലോ, ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാ സംഭവം. എപ്പോഴും നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് ചെയ്യുന്നതല്ലേ, വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാം. കണ്ണൊന്നും എരിയാതെ നമുക്കൊരു കിടു മീൻ കറി. അതെ. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാം. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷെ ആരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുന്നില്ല കേട്ടോ. അത് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? നമുക്ക് വലിയ വിഷമമാണ്. നമ്മളെ ഇഷ്ടമില്ലാത്തോണ്ടാണോ? അതെ, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് ആ അഭിപ്രായമൊക്കെ ഒന്ന് താഴെ തന്നെ എഴുതാമല്ലോ. എളുപ്പമല്ലേ സംഭവം, നമുക്ക് വലിയ സമയമൊന്നും വേണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണ്ടേ? അല്ലെ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ആ ഡിസ്ലൈക്കെങ്കിലും ചെയ്യും. അതെ, അതൊക്കെ എനിക്ക് ചെയ്യും. അപ്പോൾ ഒന്ന് ചെയ്യുക. പിന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇതൊക്കെ അറിയാൻ മേലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കായപ്പൊടി ഇട്ടൊരു മീൻകറി, കല്യാണ മീൻകറി. അപ്പൊ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേറൊരു നല്ല വ്യത്യസ്തമായ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.